സ്റ്റെക്കേഷൻ ഹോംസ് കേരളയുടെ ഓരോ പ്രൊഡക്ട്സും റോ മെറ്റീരിയൽസും ഞങ്ങൾ സോഴ്സിൽ പോയി തന്നെ കളക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുള്ളത് ആത്തൻകുടി വില്ലേജിലാണ്. ഇവിടെ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ടൈൽ ഉണ്ടാക്കുന്നത്. ലോകത്തിൽ വേറെ എവിടെയും ഈ ടൈൽ ഉണ്ടാക്കുന്നില്ല, ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കസ്റ്റം മെയ്ഡായിട്ട് നമ്മളൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ആ ഡിസൈനിൽ അവർ ഇതുപോലെ മോൾഡുകൾ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെക്കേഷൻ ഹോംസ് കേരളയുടെ വീടുകളുടെ അകത്ത് മനോഹരമായിട്ട് കസ്റ്റം മെയ്ഡ് ടൈലുകൾ വരുന്നതെന്നുള്ള ഒരു എപ്പിസോഡാണ് ഇപ്രാവശ്യം ഉള്ളത്. ലെറ്റ്സ് സീ. പുള്ളിയുടെ പേര് സെങ്കമലണ്ടെന്നാണ്. സെങ്കമലണ്ണ, ഇതൊരു സ്റ്റെക്കേഷൻ ഹോംസ് കേരളയുടെ ഒരു വെണ്ടറാണ്. ട്രഡീഷണൽ വർക്കുകൾ അവരിപ്പോഴും ഫോളോ ചെയ്ത് വരികയാണ്. ഇങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടെ സ്റ്റെക്കേഷൻ ഹോംസ് കേരളയുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു സംഭവമാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗ്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഗ്ലാസ് എന്തോരം ഫ്രഷും സ്മൂത്തും ആയിരിക്കുമോ അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കും അത്തങ്കൂരി ടൈലിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയണത്, ഫൈനൽ ലുക്ക് എന്ന് പറയണത്. அப்போ நீங்கள் சொல்லலாம் கிளாஸ் வந்துட்டு நல்ல ஷைனிங்கில் பண்ணலாம் അല്ലേ? പുതു ഗ്ലാസ്സിൽ ഷൈനിങ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആത്തൻകുരി ടൈലിന് അത്ര ഫിനിഷിങ് പോളിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ കസ്റ്റം മെയ്ഡ് ഡിസൈൻ മാത്രമല്ല, നമ്മൾക്ക് കസ്റ്റം മെയ്ഡ് കളറും ഉണ്ട്. കളർ കൂടാണ് നമ്മ സ്വന്ന മാതിരി ചെയ്യலாம் അല്ലേ? നമ്മൾ ഏത് കളർ നമ്മുടെ സ്വപ്നത്തിൽ കണ്ട കളറോ ഏത് കളർ അവർക്ക് കൊടുത്താലും അവർ കറക്റ്റ് ആ കളർ അവർ ആ കളറിൽ തന്നെ ചെയ്തു തരും. ഒത്തിരിയുടെ വർക്ക്ഷോപ്പ് ഇതാണ്. ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ അവർ ഫസ്റ്റ് തന്നെ ചാന്തല്ല ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിന്റെ ഒരു ടൈല് രണ്ട് പാർട്ടാണ്. താഴെ സിമെന്റിന്റെ ബേസ് ഉണ്ടാവും, മേളിൽ ക്ലേയുടെ ഒരു പോർഷൻ ഉണ്ടാവും. ആ ക്ലേ പോർഷൻ ആണ് ഷൈനിങ് പോലെ പുറത്ത് കാണുന്നത്. അത് എവ്വളോ തിക്നെസ് എടുക്കുന്നത് 4-5 മില്ലി എടുക്കും. 5 mm ആണ് അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതില് സിമെന്റ്, പിന്നെ സിമെന്റ് ഇത് ലോക്കൽ ഇവിടുത്തെ റിവർ സാൻഡ് ആണിത്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ നമ്മൾ കസ്റ്റമറുടെ കളർ അവർ മിക്സ് ചെയ്തെടുക്കും. അത് നമ്മൾ കളർ കൊടുത്ത് അവർക്ക് ടെക്നോളജി അറിയാം, അവർ തന്നെ കളർ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പൊ അന്ന് മിക്സ് പണിയിട്ട് നമ്മൾ ഡയറക്റ്റ് മോൾഡിൽ പോകണം അല്ലേ? അപ്പൊ അത് കാണിച്ചു തരാം. നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കോഫി മെറൂൺ മിക്സ് കളറിൽ പ്ലസ് ഒരു യെല്ലോ കളറാണ്. ഓക്കെ, ഇതാ പറഞ്ഞ പോലെ സിമെന്റും റിവർ സാൻഡും ആ കളർ ആഡ് ചെയ്തിട്ട് അത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ഫുള്ള് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ആ ഗ്ലാസ് നമ്മളെ മുതൽ ഗ്ലാസ് വെക്കും അല്ലേ? ഗ്ലാസ് വെച്ച് മേളിൽ അതിന് ഫ്രെയിം ഉണ്ട്, മോൾഡിൻ്റെ ഫ്രെയിം ഉണ്ട്. ഉള്ളിൽ നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്ത സംഭവം നമുക്ക് ആവശ്യമുള്ള കളർ. ഞങ്ങളുടെ മെയിൻ ഫ്ലവറിൻ്റെ അവിടെ യെല്ലോയും ബാക്കി ഫുള്ള് ആ കോഫി ബ്രൗൺ മെറൂൺ കളറാണ്. അതിട്ടിട്ട് അത് ഫുള്ള് ഒരു സ്പ്രെഡ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 5 mm ആയിരിക്കും അതിൻ്റെ കളർ, അതിൻ്റെ തിക്നെസ് എന്ന് പറയണത്. അത് കഴിഞ്ഞാൽ അത് സ്പ്രെഡായി പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഡ്രൈ സിമെൻറ്റ് തന്നെ, ഇത് സിമെൻറ്റ് തന്നെ സിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിരിച്ച് അടിച്ചിട്ട് ഇപ്പോഴേ സെറ്റ് ആവും അല്ലേ കളറ്? അപ്പുറം കളർ ലെഫ്റ്റ് റൈറ്റ് പോകാതെ അത് ചെയ്യുമ്പോൾ തന്നെ കളർ സെറ്റായി, പിന്നെ അത് ലെഫ്റ്റ് റൈറ്റ് അത് പോവില്ല. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ തിക്നെസ് കൂടിയ പരിക്കൻ, നമ്മുടെ നാട്ടിലെ പരിക്കൻ എന്ന് പറഞ്ഞ സംഭവം തിക്നെസ് കൂടിയത് പറഞ്ഞു വിടും. ഫൈനലി ഒരു സിമെന്റ് ഡ്രൈ ഓഫ് ചെയ്യാനായിട്ട്. കാരണം നനവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇത് അപ്പം തന്നെ സെറ്റ് ചെയ്യുന്ന കാര്യം അതാണ്. ഫുള്ളായിട്ട് അത് പ്രസ് ചെയ്തു. ഓൾറെഡി താഴെ നോക്കിയാൽ പറഞ്ഞാൽ 5 മില്ലി കളർ നമുക്കിവിടെ കാണാം. ഓൾമോസ്റ്റ് 5 മില്ലിയാണ് കളറിൻ്റെ സൈസ്. അത് കിടപ്പുണ്ട്. അപ്പുറമാണ് ഓക്കെ. അപ്പം നമ്മുടെ ടൈല് ഇപ്പോൾ സെറ്റാണ്. സെറ്റല്ല, ഇത് മോൾഡിങ് കഴിഞ്ഞു. ഇനിയാണ് നെക്സ്റ്റ് എന്നാണ് ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കും. ഒരു ദിവസം ഞാൻ വെച്ച് അനക്കാണ്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അത് ക്യൂറിങ് ഇപ്പോൾ സ്റ്റാർട്ടാകും ഓൾറെഡി. അത് അനക്കാണ്ട് വെച്ചു അപ്പോഴാണ് അവിടെ വണ്ടേ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് നേരെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിടും. ഇതിപ്പോൾ അവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ 1 day കഴിഞ്ഞ് 24 hours കഴിഞ്ഞാണ് കേട്ടോ. കളർ കാണാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി. ഇനി ഫൈനൽ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 24 hours അവിടെ ഇവിടെ ഇങ്ങനെ തന്നെ 2 ദിവസം 48 hours നമ്മൾ ഇവിടെ ഈ വെള്ളത്തിലും കൂടി ഇറക്കി വെക്കും. പറ്റുന്നില്ലല്ലേ? ഗ്ലാസ് അല്ലേ?
ഓക്കെ, ഇത് നമ്മുടെ ടൈൽ അവർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. 48 hours അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ആത്തൻകുടി ടൈല് നമ്മളിവിടെ 7 നാളല്ലേ എണ്ണ 7 days ഔട്ട് സണ്ണിൽ വെക്കും. പുറത്ത് ഡ്രൈ ക്യൂറിങ് നമ്മൾ 7 ദിവസം ഇവിടെ വെക്കും. അങ്ങനെ സെറ്റ് ആയതാണ് ഇത് ഓൾറെഡി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 7 ദിവസം കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം അല്ലേ? ഓക്കെ, നോക്കിക്കോട്ടെ പറഞ്ഞു. ഇത് കണ്ട ആ ഗ്ലാസ് പോലെ തന്നെയാണ്. ഓക്കെ, ഇത് കണ്ട ഇപ്പൊ മിറർ പോലെയാണ്. ഇതാണ് ആത്തൻകുടി ടൈൽ ഫൈനൽ പ്രൊഡക്റ്റ്. റെഡി അല്ലേ ഇത്? அது இப்போ இவ்வளோ ஷைனிங் எப்படி வரும்? இவ்வளோ கிளாஸ் மாதிரி எப்படி மிரர் மாதிரி எப்படி இருக்குது? அது ரெட் பிளாக் மிக்ஸ் பண்ணோம். இல்ல இவ்வளோ கிளாஸ் மாதிரி எப்படி கிடைக்குது? கிளாஸோட ஷைனிங் கிளாஸ் ஃபினிஷிங். ஆனா மெட்டீரியல் கூட இருக்குல்ல அந்த ரெட் ஆக்சைடு மாதிரி. ஆமா, ரெட் ஆக்சைடு ரெட் பிளாக் இவ்வளோ கிளாஸ் கண்ணாடி மாதிரி எப்படி வரும்? அந்த கிளாஸோட ஃபினிஷிங் ஷைனிங். അതാണ് ആത്തൻകുടിയിലെ സ്പെഷ്യാലിറ്റി. ഇത് നമ്മളൊക്കെ ഇടുമ്പോൾ ചായവും സിമെന്റും മണ്ണും ഒക്കെ ആണെങ്കിലും ഫൈനൽ അതിന്റെ ഔട്ട് എന്ന് പറയണത് അതൊരു മാജിക്കാണ്. ഇത് ആത്തൻകുടി മാജിക് അല്ലേ? இது வேற எங்கேயும் பண்றதில்ல இல்ல? வேற எங்கேயும் பண்றதில்ல. நம்ம ஆத்தன்குடி வில்லேஜ். அது ஏன் ஆளுங்க வெளியில போய் செய்ய மாட்டா இது? இது நம்ம மண்ணுக்கு இங்கே தான் நல்லா இந்த மண்ணுக்கு அந்த ரிவர் ആത്തൻകുടിയിലെ നോർമൽ ലോക്കൽ റിവർ സാൻഡ് ഉപയോഗിച്ചാലേ ആ ഫിനിഷിങ് കിട്ടും. 3 തലമുറയാ പண்றோம். 3 ஜெனரேஷன். நீங்க உங்களோட அப்பா அப்பாவுக்கு அப்பா அவர் பேர் என்ன கொஞ்சம் சொல்லுங்க. குப்பான் குப்புசாமி பேர் செங்கமலம். കുപ്പാൻ കുപ്പുസ്വാമി 3rd ജനറേഷൻ സംഗമനം. ജെൻസി അല്ല 3rd ജനറേഷൻ. അപ്പോൾ എന്നാ താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ആക്ച്വലി നമ്മൾ சேர்ந்து വർക്ക് பண்ணிட்டு இருக்கோம். ഓക്കെ, ഇതെല്ലാം കാമിച്ചു തരുന്നதுக்கு ரொம்ப താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.